ശ്രീമതി പി ഗീത കേൾക്കാം എന്ന് തോന്നുന്നു. സാങ്കേതിക പ്രശ്നം മാറി നാം ചോദിച്ചു വന്നത് എന്ത് ചെയ്യാൻ കഴിയും ഇനി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പോലീസിന്റെ നിസ്സഹകരണം എത്രത്തോളമാണ്? അതിനപ്പുറത്തേക്കുണ്ട്. ഒരു വലിയ മാഫിയ ഇതിന് പിറകിലുണ്ട്. അതിനൊപ്പമാണ് പോലീസ് നിൽക്കുന്നത്. അതിന് മറികടക്കാൻ സർക്കാരിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് ഇന്നും നല്ല തുടങ്ങിയതല്ല. എത്രയോ 4 പതിറ്റാണ്ടുകളോളമായി കേസുകൾ തന്നെ വ്യക്തമായി വന്നിട്ടുള്ളത്. ഏത് തരത്തിലാണ് കാണുക? എത്രത്തോളം ഭയപ്പെടുത്തുന്നു ഈ കാര്യം? അപർണ, ഈ പെൺകൂട്ടക്കൊല വാസ്തവത്തിൽ ഒരു ലോക്കൽ വിഷയമല്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ഗ്രാമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രാദേശിക വിഷയമായിട്ടല്ല നമ്മൾ ഇതിനെ ഇനി അഡ്രസ് ചെയ്യേണ്ടത്. ഇതൊരു ദേശീയ വിഷയമാണ്. ഹത്രസിലെ പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലെ അത്തരം ഇഷ്യൂ പോലെ നിർഭയ കേസ് പോലെയുള്ള ഒരു ദേശീയ വിഷയമാണ്. ഒരുപക്ഷെ അന്തർദേശീയ വിഷയം കൂടിയാണ് ശ്രീമതി പി ഗീത. അതെ, ഒരു അന്താരാഷ്ട്ര വിഷയം കൂടിയാണ് ഇതിന്റെ ഒരു വ്യാപ്തി നോക്കുകയാണെങ്കിൽ. അതെ, ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള വലിയൊരു സ്ത്രീ വിഷയമാണ്, വലിയൊരു മനുഷ്യ വിഷയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊരു മസാക്കറാണ്. ഇതൊരു സ്ത്രീകളുടെ ഒരു പെൺകൂട്ടക്കൊല ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതൊരു കൂട്ടക്കൊല, ഒരു മസാക്കറാണ്, ഒരു വംശഹത്യയുടെ ഒരു സ്വഭാവമുള്ള ഒരു കൂട്ടക്കൊല കൂടിയാണ് ഇത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ നേരത്തെ മനാഫ് എന്ന് പറഞ്ഞ ആൾ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അപ്പൊ അയാള് പറയുന്നുണ്ട് കാസർഗോഡിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ അതിർത്തി കടത്തി കൊണ്ടുപോയിട്ട് ഒരാളെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ എനിക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല, സാങ്കേതികമായിട്ട് കേരള സർക്കാരിന് ഇടപെടാവുന്നതാണ്, ദേശീയ സർക്കാരിന് ഇടപെടാവുന്നതാണ്. എന്തുകൊണ്ടാണ് കർണാടകയിലെ മാധ്യമങ്ങൾ ഇതിൽ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരസ്യം കിട്ടുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും ന്യൂസ് 18 വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് ഞാൻ പറയുമ്പോ തന്നെ എനിക്ക് വലിയ ബേജാറ് തോന്നുന്നുണ്ട്. കാരണം ബൈജുവിനെ പോലെയുള്ള ഒരു റിപ്പോർട്ടർ അപകടത്തിന്റെ വലിയ മുനമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ആക്ഷൻ കൗൺസില് അവരും അപകടത്തിലാണ് ഉള്ളത് എങ്കിൽ പോലും അവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ ഒരു അപകടത്തിലേക്ക് സ്വമേധയാ എടുത്തു ചാടിക്കൊണ്ട് ഒരു നാടിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരാണ് അവര് ദേശീയ പൗരർ എന്നുള്ള തരത്തിൽ തന്നെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി പി ഗീത, ഇതിനകത്ത് വളരെ നമുക്ക് ഒരു വലിയ വിഷയമുണ്ട് അതിൽ ഇടപെടണം എന്നത് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കേരളത്തിൽ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ കാണാതായിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള പരാതികൾ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അതിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിലേക്ക് മുന്നോട്ട് കിടക്കും. കർണാടകത്തിൽ സംശയമുള്ള ഇപ്പോൾ ഈ 79 തൊട്ടുള്ള പരാതികൾ വരുമ്പോൾ എത്ര പേർക്ക് പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ നിന്ന് കൂടുതൽ മിസ്സിംഗ് കേസുകൾ പുറത്തേക്ക് വരികയും ഇതുമായി കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അതിൽ കേരള സർക്കാരിനും പോലീസിനും അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും. നമുക്ക് പോലും ഇവിടെയുള്ള സാംസ്കാരിക സ്ത്രീ പ്രവർത്തകർക്കടക്കം ഇതിനകത്ത് ഇടപെടാൻ കഴിയും. അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ ഇതിലേക്ക് തുറക്കാൻ കഴിയുന്ന ഏക ഡോറ് പോലും അതായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ബൈജു മനാഫും പറയുന്നത് അനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ. അതെ, അതായത് ഇപ്പൊ കേരളത്തില് അവർക്ക് കർണാടക പോലീസിനോട് പരാതി പറയാൻ പറ്റില്ലെങ്കിൽ കേരള സർക്കാരിനോട് പരാതി പറയുകയും കേരള സർക്കാരും കർണാടക സർക്കാരും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് വളരെ വലിയ ഒരു സ്റ്റേറ്റിന്റെ വിഷയമായി മാറിക്കഴിഞ്ഞു. കേരള സംസ്ഥാനത്തിന്റെ കൂടി വിഷയമാണിതിപ്പോൾ. അതിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഇടപെട്ട് വരുമ്പോഴാണ് അതിൽ ദേശീയമാനം കിട്ടുന്നത്. അപ്പൊ അർജുന്റെ ബോഡി എങ്ങനെയാണോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ എത്രമാത്രം ജാഗ്രത നമ്മൾ പുലർത്തിയോ അത്രമാത്രം ജാഗ്രത ഈ വിഷയത്തിൽ മലയാളികളിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സർക്കാരിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു, ദേശീയ സർക്കാരിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു. അതിന്റെ ക്ലെയിം അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ജനാധിപത്യ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇത്തരം നാടുവാഴി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ സാധിക്കുക. ഇത് ഏതൊരു കാലഘട്ടമാണ്. ഇത് നമുക്ക് കേരളത്തിൽ ഇന്ന് ജീവിക്കുമ്പോ ഇത് കേൾക്കുമ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കാന്താര പോലെ ഒരു സിനിമയില് അതിലൊരു ജന്മിയുണ്ട്. നമ്മൾ കണ്ട സിനിമ മാത്രമാണത്. വാസ്തവത്തിൽ അത് അവിടെ അനുഭവിച്ചു തീർക്കുകയായിരുന്നു അവിടുത്തെ ജനത എന്നുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ സഹോദരരാണ് അവര്. അതുകൊണ്ട് തന്നെ ഇതില് സ്റ്റേറ്റ് വൈഡ് ഒരു വേർതിരിച്ച് നിൽക്കുന്നതിന് പകരമായിട്ട് തന്നെ ഇതില് ദേശീയ ലെവൽ തന്നെയുള്ള ആക്ഷൻ കൗൺസിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെയുള്ള അന്വേഷണ സംഘം, നോഡൽ ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കേണ്ടതുണ്ട്.
ഇത് കർണാടകയിലെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മതിയാവുന്ന ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നോഡൽ ഏജൻസിയാണ് ഇനി ഇതിനെ അന്വേഷിക്കേണ്ടത്. ഇവിടെയുള്ള അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീമതി പി ഗീത, ഇവിടെയുള്ള സ്ത്രീ സംഘടനകൾക്കടക്കം ഇതിലൊരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ലേ? എല്ലാ വഴികളും നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതോ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സോളിഡ് എവിഡൻസ് വന്നതിന് ശേഷം മാത്രം ഇടപെടാം, കേരളത്തിൽ നിന്നുള്ള പരാതികൾ വന്നതിന് ശേഷം മാത്രം ഇടപെടാം എന്നുകൂടിയുണ്ടോ? എന്നോടാണോ? അതെ. എന്താ ചോദിച്ചേ? സ്ത്രീ സംഘടനകൾക്ക് കൂടുതൽ കാര്യമായി ഒരു ഇടപെടാനോ സമ്മർദ്ദം ചെലുത്താനോ കഴിയില്ലേ? അതോ ഇതിലൊരു കൃത്യമായിട്ടൊരു എവിഡൻസോടുകൂടി കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇടപെടാം എന്നുള്ളതാണോ? ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ലേ സർക്കാരിലേക്ക്? സംഘടനകളുടെ സ്ത്രീ സംഘടനകൾക്ക് ഇതിൽ ഇടപെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചെറിയ ഗ്രൂപ്പുകൾ, ഞങ്ങളെ പോലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളോ അല്ല ഇതിൽ ഇടപെടേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ സംഘടനകൾ അതിന്റെ നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയതിനു ശേഷം പക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെ ഇതിൽ ഇറങ്ങി ഇടപെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പി ഗീത, അതൊരു സജഷനാണ്, അത് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ തിരികെ എത്താം. റിട്ടയർഡ്